അവരോട് ചോദിക്കാം. ഇന്ന് നിന്റെ ഡൗട്ട് തീർച്ചയായിട്ടും തീർത്തിട്ട് തന്നെ കാര്യം. എടാ ഇവനൊരു ഡൗട്ട്, നമ്മുടെ റോമിയോ ജൂലിയറ്റും നമ്മുടെ ടൈറ്റാനിക്കിലെ ജാക്കും റോസും പിന്നെ ആരായിരുന്നു മറ്റേ ഷാജഹാനും മുംതാസും. അവരുടെയൊക്കെ ലവ് സ്റ്റോറി എന്തോ ഒരു ഫേമസ് ആണ് ലോകത്ത്. പക്ഷെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു ലവ് സ്റ്റോറി എന്താ ഇല്ലാത്ത? ഇല്ലെന്നോ? ആര് പറഞ്ഞില്ലെന്ന്? നീ ഒന്ന് ചിന്തിച്ചേ. ഒരു ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ലവ് സ്റ്റോറിയിൽ കാത്തിരിപ്പ് ഉണ്ടാവും, പിന്നെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാവും, പിന്നെ ലവ് ലെറ്റർ. ലവ് ലെറ്റർ ഉണ്ടാവും. നിങ്ങൾ കാത്തിരിപ്പിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ? ആ സക്രാരിയിലേക്ക് ഒന്ന് നോക്കി, ആ ചതുരപ്പെട്ടിക്കുള്ളില് നമ്മളെ കാത്തിരിക്കുന്ന ഈശോ. എന്ത് വലിയ കാത്തിരിപ്പാണല്ലേ. പിന്നെ ലവ് ലെറ്ററിനെ പറ്റി പറഞ്ഞില്ലേ? ഒരു ലവ് ലെറ്റർ കിട്ടുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സന്തോഷം എന്താ? അത് വായിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം. അതിനോട് ഒത്തിരി സന്തോഷം കിട്ടുന്നുണ്ട്. അത് തന്നെയല്ലേ ബൈബിളിൽ നമുക്ക് ലഭിക്കുന്നത്. ഈശോ എന്തുമാത്രം കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എൻ്റേതാണ്, നീ ഒട്ടും ഭയപ്പെടേണ്ട. അങ്ങനെ എന്തുമാത്രം സന്തോഷം നിറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കേ. ദൈവമായിരുന്നിട്ടും മനുഷ്യൻ പിണങ്ങി പോകുമ്പോഴെല്ലാം ഈശോ നമ്മളെ തേടി വരാറില്ലേ? ഒരു അളവില്ലാണ്ട് നമ്മളെ സ്നേഹിക്കാറില്ലേ? നിങ്ങൾ ഈ പറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ തങ്ങളുടെ ജീവിതത്തെ സ്നേഹിച്ചവരാ. പക്ഷെ ഈശോയോ തൻ്റെ ജീവനും ജീവിതം കൊണ്ട് സ്നേഹിച്ചയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈശോയുടെ ലവ് സ്റ്റോറിയാണ് ഏറ്റവും ബെസ്റ്റ് ലവ് സ്റ്റോറി.